മൂകാംബിക ക്ഷേത്രത്തെക്കുറിച്ച് ഒരു വിശ്വാസമുണ്ട്. ആദ്യമായി അവിടെ പോകാൻ പലവട്ടം ആഗ്രഹിച്ചാലും നടക്കാറില്ല. ദേവി നിശ്ചയിക്കുമ്പോൾ മാത്രമേ അവിടെ എത്താനാകൂ. എന്നാൽ ഒരിക്കൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇടയ്ക്കിടെ ദേവി അവരെ വിളിച്ചുകൊണ്ടേയിരിക്കും. രസകരമായ ഈ വിശ്വാസത്തിന് നിരവധി സാക്ഷികളുമുണ്ട്. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. നെയ്യാറ്റിൻകര, പാറശാല, കന്യാകുമാരി എന്നിവ ഉൾപ്പെടുന്ന പ്രദേശം ഒരു കാലത്ത് വൈഷ്ണവരുടെയും ശൈവരുടെയും സങ്കേതമായിരുന്നു. മത്സരബുദ്ധിയോടെ ജീവിച്ചിരുന്ന ഈ ജനസമൂഹത്തിന്റെ പരസ്പര സ്പർദ്ധ അവസാനിച്ചതിന്റെ അടയാളമായി ഇന്നും തുടരുന്ന ചടങ്ങാണ് കന്യാകുമാരി ജില്ലയിലെ ശിവാലയ ഓട്ടം. അണിജടയിൽ അമ്പിളിക്കലയിൽ നിന്നുലകിൻ്റെ അഴൽ തീർക്കും പൂനിലാവിൻ പാലൊഴുകുന്നു. ആദിമധ്യാന്തങ്ങളാ നട കാത്തു നിൽക്കുന്നു. ഈ രണ്ട് വിഭാഗക്കാരും പ്രബലമായിരുന്ന കാലത്തിന്റെ തിരിശേഷിപ്പുകളാണ് ഈ പ്രദേശങ്ങളിൽ അങ്ങോളം ഇങ്ങോളം കാണുന്ന പ്രാചീനമായ വിഷ്ണു ക്ഷേത്രങ്ങളും ശിവക്ഷേത്രങ്ങളും. അത്തരത്തിൽ തന്നെയുള്ള പഴമ അവകാശപ്പെടാവുന്ന ക്ഷേത്രമാണ് കൂവളശ്ശേരി മഹാദേവ ക്ഷേത്രം. നമ ശിവായ ജപിച്ചു നാഗത്തളകൾ മിന്നും തൃക്കാൽക്കൽ ഞാനുമൊരു തരി ഭസ്മമായി ചേർന്നലിയേണം. നമ ശിവായ ജപിച്ചു നാഗത്തളകൾ മിന്നും തൃക്കാൽക്കൽ ഞാനുമൊരു തരി ഭസ്മമായി ചേർന്നലിയേണം. പഴയ നെയ്യാറ്റിൻകര താലൂക്കിൽ ഉൾപ്പെട്ടതും ഇന്ന് കാട്ടാക്കട താലൂക്കിന്റെ ഭാഗമായതുമായ മാറനല്ലൂർ വില്ലേജിൽ ഉൾപ്പെട്ട കൂവളശ്ശേരി എന്ന പ്രദേശത്താണ് ഈ പ്രാചീന ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തെക്കൻ തിരുവിതാംകൂറിലെ മഹാക്ഷേത്രങ്ങളിൽ ശിലാക്ഷേത്രമായ കൂവളശ്ശേരി ശ്രീ മഹാദേവ ക്ഷേത്രം വളരെ പുരാതനമായ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിലെ ഭഗവാൻ വളരെ ശാന്തസ്വരൂപനാണ്. രത്നൈഃ കൽപ്പിതമാനസം ഹിമജലൈഃ സ്നാനം ച ദിവ്യാംബരം നാനാരത്നവിഭൂഷിതം മൃഗമദാമോദാങ്കിതം ചന്ദനം ജാതിചമ്പകവില്വപത്രരചിതം പുഷ്പം ച ധൂപം തഥാ. മഹാദേവന് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് കരുതുന്ന കൂവളം ധാരാളമായി ഉണ്ടായിരുന്ന പ്രദേശമായതിനാലാണ് കൂവളശ്ശേരി എന്ന നാമം ഈ പ്രദേശത്തിനുണ്ടായത് എന്ന് കരുതപ്പെടുന്നു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പുഷ്പാഞ്ജലി സ്വാമിമാരുടെ മഠമായ മുഞ്ചിറ മഠത്തിന്റെ അധീനതയിലാണ് ഈ ക്ഷേത്രം. 900 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. ഇത് മുഞ്ചിറ മഠം സ്വാമിയാരുടെ കീഴിലാണ് ഈ ക്ഷേത്രം വരുന്നത്. മുഞ്ചിറ മഠം സ്വാമിയാരെന്ന് പറയുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പുഷ്പാഞ്ജലി സ്വാമികളിൽപ്പെട്ട ഒരാളാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 2 പുഷ്പാഞ്ജലി സ്വാമിമാരുണ്ട്. ഒരാൾ മുഞ്ചിറ മഠം പ്രതിനിധിയും ഒരാൾ തൃശ്ശൂർ ബ്രഹ്മസമഠത്തിലെ സ്വാമിയാരുമാണ്. വിഭൂഷിതം മൃഗമദാമോദാങ്കിതം ചന്ദനം ജാതിചമ്പകവില്വപത്രരചിതം പുഷ്പം ച ധൂപം തഥാ. ഈ ക്ഷേത്രവും അതിനോടനുബന്ധിച്ച വിശാലമായ പറമ്പുകളും മറ്റും രാജാവ് എഴുതി നൽകിയതാണ്. അതുകൊണ്ട് തന്നെ ക്ഷേത്രഭരണം ആദ്യകാലങ്ങളിൽ മഠം നേരിട്ട് നടത്തിയിരുന്നു. എന്നാൽ പിന്നീട് മഠത്തിന്റെ പ്രതിനിധികളായിരുന്നു കാര്യക്കാർ. ക്ഷേത്രകാര്യങ്ങൾ നിറവേറ്റുന്നതിലുള്ള അശ്രദ്ധ മൂലം കാലക്രമത്തിൽ വിശാലമായ ക്ഷേത്ര സ്വത്തുക്കളിൽ നല്ലൊരു ഭാഗം അന്യാധീനപ്പെടുകയും ക്ഷേത്രം നിത്യപൂജകൾക്ക് പോലും വരുമാനമില്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയും ചെയ്തു. എന്നാൽ 1974 പ്രദേശവാസികളുടെ പ്രതിനിധികൾ മുഞ്ചിറ മഠം സന്ദർശിക്കുകയും ക്ഷേത്രഭരണ ചുമതലയും ഉത്സവം നടത്താനുള്ള അധികാരവും എഴുതി വാങ്ങുകയും ചെയ്തു. അതേ തുടർന്ന് ചില പുനരുദ്ധാരണ ചടങ്ങുകൾ നടക്കുകയും
ഉത്സവം കൊണ്ടാടുകയും ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ ഈ ക്ഷേത്രം പൂർവകാല പ്രതാപം വീണ്ടെടുത്തു. സൗവർണേ നവരത്നഖണ്ഡരചിതേ പാത്രേ ഘൃതം പായസം ഭക്ഷ്യം പഞ്ചവിധം പയോദധിയുതം രംഭാഫലം പാനകം. ആദ്യകാലങ്ങളിൽ ക്ഷേത്രത്തിലെ ചിലവുകൾക്കായി ജന്മികരം എന്ന നിലയിൽ 2479 രൂപ മഠം അനുവദിച്ചിരുന്നുവെങ്കിലും കാലക്രമത്തിൽ അത് അവസാനിപ്പിച്ചു. ഏതാണ്ട് 2 ഏക്കർ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ വലിയ ശിവലിംഗ പ്രതിഷ്ഠയാണുള്ളത്. ഗണപതിയാണ് ഇവിടെ മുഖ്യമായ ഉപദേവത. ഹനുമാനെ പരദേവ സങ്കല്പത്തിൽ പൂജിച്ചു വരുന്നു. ഭഗവാന്റെ ശിരസിനോട് ചേർന്ന് മേൽക്കുളവും ഭഗവാന്റെ കിഴക്ക് ഭാഗത്തായി കിടക്കുന്ന കീഴ്ക്കുളവും വളരെ പ്രശസ്തമാണ്. അങ്ങനെ 2 കുളങ്ങളുള്ള താഴെയും മുകളിലുമായി കുളമുള്ള അമ്പലം വളരെ കുറവാണ്. അപ്പോൾ മുകളിലെ അമ്പലത്തിലെ ഗംഗാതീർത്ഥമായിട്ടും ഇത് ഭഗവാന്റെ ക്ഷേത്രത്തിലെ പൂജകൾക്കായി താമര എടുക്കുന്നതിന് വേണ്ടിയുള്ള കുളമായും ഇതിനെ പരിഭാഷിച്ചു പോരുന്നു. ഹരപുരുഷോത്തമ അദ്വൈതാമൃത മുരരിപുസേവ്യ മൃഡേശ ശിവഹരാ ലാളിത ഭക്ത ജനേശ്വര കാളി നത ജന പൂജിത നാഥ ശിവഹരാ. 1997 മുതൽ ക്ഷേത്രഭരണം നടത്തിവരുന്നത് കൂവളശ്ശേരി മഹാദേവ ട്രസ്റ്റാണ്. കുംഭത്തിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന തരത്തിലാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം നടത്തപ്പെടുന്നത്. സാംബ സദാശിവ സാംബ സദാശിവ സാംബ സദാശിവ സാംബ സദാശിവ. ശാന്തമായ ഗ്രാമാന്തരീക്ഷവും വട്ടശ്രീകോവിലും പ്രാചീനത തളം കെട്ടി നിൽക്കുന്ന പ്രദക്ഷിണ വഴിയും എല്ലാം ഇവിടെ എത്തുന്ന ഭക്തരെ ആത്മീയമായ നിർവൃതിയിലേക്ക് കൊണ്ടെത്തിക്കുന്നു. സാംബ സദാശിവ 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 സാംബ സദാശിവ. ഓം സാരമാം തവ സിദ്ധിയായി പാർവതി കാന്തനായി നീ ലോകം മംഗളകരമാകാ വേലായുധനു പിതാവായി. ഓം സാരമാം തവ സിദ്ധിയായി പാർവതി കാന്തനായി നീ ലോകം മംഗളകരമാകാ